ഇതിൽ ഞാൻ വളരെ ബോൾഡായിട്ടുള്ളൊരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കും എന്നും എനിക്കറിയില്ല. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും ഇത് അംഗീകരിക്കാനാവുന്നില്ലെന്ന്. അത് മാറാത്തിടത്തോളം കാലം ഈ ടീമിൽ സൂപ്പർ സ്റ്റാർഡവും പ്ലെയർ പവറും എല്ലാം ഉണ്ടാവും. വെൽക്കം ബാക്ക് ടു ദ ഫുട്ബോൾ സെനറ്റ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയുടെ ഒരു റെസ്പോൺസ് അനുസരിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെല്ലാവരും ഈ സീസൺ ഏതാണ്ട് എഴുതിത്തള്ളിയ മട്ടാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ FC ആയിട്ടുള്ള ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇത് ചെയ്താൽ നമ്മൾ ജയിക്കും, ഇത് ചെയ്താൽ നമ്മൾ തോക്കും എന്നൊന്നും പറയാൻ ഞാനില്ല. കാരണം ഈ ടീമിനെ ഇതിനോടകം നമുക്ക് എല്ലാവർക്കും വളരെ നല്ലോണം മനസ്സിലായി കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ശനിയാഴ്ച നമ്മൾ മോഹൻ ബഗാനെ തോപ്പിച്ച ചൊവ്വാഴ്ച നമ്മുടെ ടീം മുഹമ്മദീനോട് വേണമെങ്കിൽ തോക്കും. അതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയുടെ ലെവല്. എന്തായാലും ISLന്റെ ലീഗ് ഘട്ടം അവസാനിക്കാൻ ഇനി വെറും 6 മത്സരങ്ങളേ ഉള്ളൂ. ഈ മത്സരങ്ങളിൽ നമ്മളെക്കാൾ കുറവ് പോയിന്റുള്ള 2 ടീമുകളെ മാത്രമാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഈ പറഞ്ഞ 2 എതിരാളികളിൽ നമ്മൾ ആദ്യം കൊമ്പ് കോർക്കാൻ പോകുന്നത് വ്യാഴാഴ്ച ചെന്നൈയിൻ FCക്കെതിരെയാണ്. ഈ സീസണിൽ 18 മത്സരങ്ങളിൽ വെറും 6 മാത്രമേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ. ഈ 6 ജയങ്ങളിൽ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ടുള്ള വിജയം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് നവംബർ 24-ാം തീയതി ചെന്നൈയിൻ FCക്കെതിരെ കൊച്ചിയിൽ നടന്ന ഈ റിവേഴ്സ് ഫിക്ചർ ആണ്. അതുപോലെ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഡോമിനേറ്റ് ചെയ്ത വേറൊരു മത്സരം ഈ സീസണിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഡോമിനേഷൻ ആ 3-0 എന്നുള്ള സ്കോർ ലൈനിലും പ്രതിഫലിച്ചിരുന്നു. അത്രത്തോളം പ്രതീക്ഷ തന്ന ആ ഒരു വിജയത്തിന് ശേഷം പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷം മിക്കായൽ സ്റ്റാറയുടെ ജോലി നഷ്ടമായി. ആരാധകർ ഒരു പ്രതിഷേധത്തിലേക്ക് പോയി. ആ പ്രതിഷേധം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പിന്നീട് സപ്പോർട്ടേഴ്സ് ഡിമാൻഡ് ചെയ്ത പോലെ തന്നെ മാനേജ്മെന്റുമായിട്ടൊരു സംവാദം നടക്കുകയും കുറച്ച് പ്ലേയേഴ്സ് ക്ലബ്ബ് വിടുകയും കുറച്ച് പുതിയ താരങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്തു. പക്ഷേ നമ്മളെല്ലാവരും ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരു പടി മുന്നോട്ട് വെച്ചാൽ ഈ ക്ലബ്ബ് പിന്നെ 2 പടി പിന്നോട്ടാണ് പോകുന്നത്. ചെന്നൈയിൻ FCക്കെതിരെയുള്ള ആ തകർപ്പൻ ജയത്തിന് ശേഷമുള്ള 9 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് ഏറ്റ തോൽവി ഉൾപ്പെടെ നമ്മൾ 5 മത്സരങ്ങളിലാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ ഒരു സെയിം കാലയളവിൽ ചെന്നൈയിൻ FCയും 9 മത്സരങ്ങളിൽ നമ്മളെപ്പോലെ 5 എണ്ണത്തിലും തോറ്റു. പക്ഷേ നമ്മൾ 3 മത്സരങ്ങൾ ജയിച്ചപ്പോൾ അവർക്ക് 1 മാത്രമേ ജയിക്കാനായുള്ളൂ. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പോയിന്റ്സ് ടേബിളിൽ നമ്മളെക്കാൾ 3 പോയിന്റ് പിന്നിലാണ്. ഈ ലീഗിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം. 5-ാമതും 6-ാമതും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ടീമുകൾക്കൊക്കെ 1-2 ജയങ്ങൾ മതി സ്ഥാനക്കയറ്റവും ഇറക്കമൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ FC ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ സെയിം നമ്പർ ഓഫ് പോയിന്റ്സ് ആവും. ഒരു പരിധി വരെ ഈ 2 ടീമിന്റെ സീസണും ഏതാണ്ട് ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എവിടേക്കോ പ്രതീക്ഷ നൽകിയെങ്കിലും ആകെ മൊത്തത്തിൽ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ തന്നെയായിരുന്നു. മുൻപ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും ഒരിക്കലും ജയിക്കാത്ത ഈ ഒരു സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച ചെന്നൈയിൻ FCയെ തോപ്പിക്കാൻ നമ്മൾ എങ്ങനെ ലൈനപ്പ് ചെയ്യണം? ഇത് തന്നെയായിരിക്കും TG പുരുഷോത്തമനും തോമസ് ജോർജും ആലോചിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഈ മത്സരത്തിനായിട്ടുള്ള ബെസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് 11 നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളൊരു 4-2-3-1 ഫോർമേഷൻ തന്നെ ചൂസ് ചെയ്യാനാണ് സാധ്യത. കാരണം ഈ ഒരു കോച്ചിങ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ നമ്മൾ അധികം എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു 3 at the backോ അല്ലെങ്കിൽ വിങ് ബാക്സ് വെച്ച് കളിപ്പിക്കുന്നോ അങ്ങനത്തെ ടാക്ടിക്കൽ മൂവുകളൊന്നും ഇവർ ഇതുവരെ നടത്തിയിട്ടില്ല. അവരുടെ ഐഡിയാസ് വളരെ സിമ്പിൾ ആണ്. ഒരു സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കുക, അതിൽ നിന്ന് കളി ബിൽഡ് ചെയ്യുക. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഇങ്ങനെ ഒരു അപ്രോച്ചിൽ കളിപ്പിക്കണമെങ്കിൽ ഈ ഒരു ഫോർമേഷൻ തന്നെയാണ് നല്ലത്. ഇനി ഈ ടീമിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും പ്രതിസന്ധിയിലുമായിട്ടുള്ള പൊസിഷനിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഗോൾ കീപ്പർ. നമ്മൾക്കൊരു പുതിയ ഗോൾ കീപ്പറിനെ വേണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാനും നിങ്ങളുമൊക്കെ 100% ഉറപ്പ് പറയും. പക്ഷേ എന്നാലും നമ്മൾക്കറിയാം ഈ ഒരു പൊസിഷനിൽ ഈ സീസണിൽ നമ്മൾ ഒരു മാറ്റവും കാണാൻ പോകുന്നില്ല. ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ടോപ്പ് ഗോൾ കീപ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്കുള്ള ഓപ്ഷൻസിനെ നമ്മൾ എന്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സീസണിൽ നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത നോറ ഫെർണാണ്ടസ് ഇതുവരെ ഒരു മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോൾ കീപ്പർമാരുടെ ഫോം കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോറയ്ക്ക് എവിടെയെങ്കിലും ഒരു അവസരമെങ്കിലും നമുക്ക് ഇതുവരെ കൊടുക്കായിരുന്നു. അത് നമ്മൾ ഇതുവരെ ചെയ്തില്ല എന്നുള്ളത് ഈ മത്സരത്തിലും സച്ചിൻ തന്നെയായിരിക്കും നമ്മുടെ ഗോൾ വല കാക്കുക എന്നുള്ളതിനുള്ള ഒരു വലിയ സിഗ്നലാണ്. എനിക്കിപ്പോൾ ഇതിൽ പരാതികളൊന്നുമില്ല. ഞാൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സച്ചിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 6 മത്സരങ്ങൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെയാണ്. ഒന്നില്ലെങ്കിൽ സച്ചിന്റെ പെർഫോമൻസുകൾ അത്രമേൽ ഇംപ്രൂവ് ആവും, അല്ലെങ്കിൽ ക്ലബിന്റെ അധികാരികൾക്ക് മനസ്സിലാവും ഈ ഒരു ഗോൾ കീപ്പിംഗ്
ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ലെന്ന്. ഇതിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിൽ നിന്നും നമുക്ക് അടുത്ത സീസണിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി സച്ചിന്റെ മുമ്പിലുള്ള നമ്മുടെ ഡിഫെൻസീവ് ലൈൻ നമുക്ക് പിക്ക് ചെയ്യാം. ഇതിൽ ഞാൻ വളരെ ബോൾഡ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കും എന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഞാൻ എപ്പോഴും ഒരു ബെസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് 11 പിക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് എന്ന പൊസിഷൻ ഐബാൻ ദോലിങ്ങിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിത് എപ്പോൾ പറഞ്ഞാലും കുറെ പേരൻ്റെ അടുത്ത് വന്ന് പറയും, ബ്രോ ഐബാൻ ശരിക്കും ഒരു ലെഫ്റ്റ് ബാക്ക് ആണ് അല്ലാണ്ട് റൈറ്റ് ബാക്ക് അല്ലെന്ന്. പക്ഷെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടെക്നിക്കാലിറ്റി ഉണ്ട്. ഐബാൻ ഷില്ലോങ് ലജോങ്ങിലും ഗോവയിൽ ആദ്യം വന്നപ്പോഴും ഒക്കെ സെൻട്രൽ ബാക്കും റൈറ്റ് ബാക്കും ആണ് കളിച്ചിട്ടുള്ളത്. ഒരു പ്ലെയർ ലെഫ്റ്റ് ബാക്കിൽ കുറെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് ആവുകയില്ലല്ലോ. ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഐബാനെ നമുക്ക് ഏറ്റവും നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്നത് ആ റൈറ്റ് ബാക്കിലെ ഗ്യാപ്പ് നികത്താൻ തന്നെയാണ്. ഇനി നമുക്ക് സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് വരാം. കഴിഞ്ഞ മത്സരത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായില്ലെങ്കിലും ഹോർമിപാം തന്നെ റൈറ്റ് സെൻട്രൽ ബാക്കിൽ കളിക്കണം. കാരണം ഇപ്പോൾ ഉള്ള നമ്മുടെ ഇന്ത്യൻ ഡിഫൻഡേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനും മെച്യൂരിറ്റിയും എല്ലാം കാണിക്കുന്നത് ഹോർമിപാം തന്നെയാണ്. പിന്നെ ലെഫ്റ്റ് സെൻട്രൽ ബാക്കിൽ നമുക്ക് വരുത്താൻ പറ്റിയ ഏറ്റവും നാച്ചുറൽ ചേഞ്ച് മിലോസിനെ മാറ്റി അവിടെ ദൂഷാൻ ലഗത്തോറിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന് വഴിയേ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെഫ്റ്റ് സെൻട്രൽ ബാക്കിൽ ഈ മത്സരത്തിൽ നമ്മൾ സന്ദീപിനെ കളിപ്പിച്ചു നോക്കണം. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും ഇത് അംഗീകരിക്കാനാവുന്നില്ലെന്ന്. പ്രത്യേകിച്ച് കോർണർ ഷീൽസിനെ പോലൊരു പ്ലെയർ നമ്മൾക്കെതിരെ കളിക്കുമ്പോൾ. ഷീൽസിനെ നമുക്ക് നല്ലോണം അറിയാം, വിങ്ങുകളിലൂടെയും അതുപോലെ തന്നെ ഇൻസൈഡിലോട്ടും ഒക്കെ കട്ട് ചെയ്ത് കയറി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു പ്ലെയറിനെ ലെഫ്റ്റ് സെൻട്രൽ ബാക്കിൽ കളിച്ച സന്ദീപ് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണെന്ന് എനിക്കറിയാം. അവിടെയാണ് ദൂഷാൻ ലഗത്തോറിന്റെ എൻട്രി വരുന്നത്. ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലഗത്തോറിന് ഷീൽസിന്റെ മൂവ്മെന്റും റണ്ണുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് അതിന് തടമിടാനായാൽ നമ്മൾ സേഫ് ആണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചെന്നൈയിൻ FC കളിക്കുന്ന ആ ഒരു 4-4-2 ഫോർമേഷനെ പിടിച്ചു കെട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ചെന്നൈയിൻ FCയുടെ വൈഡ് മിഡ്ഫീൽഡർമാരെ നമ്മുടെ രണ്ട് ഫുൾ ബാക്കുകൾക്കും പൂട്ടാനാവണം. അതുപോലെ തന്നെ ലഗത്തോറിന് ഷീൽസിനെ ട്രാക്ക് ചെയ്ത് ഷീൽസിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായാൽ ഹോർമിപാമിനും സന്ദീപിനും വിൽമർ ജോർഡൻ എന്ന സ്ട്രൈക്കറിൽ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ ചെന്നൈയിന്റെ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെ ഫുൾ ടൈം ഒക്യുപ്പൈ ചെയ്യാനും എൻഗേജ് ചെയ്യാനും പുഷ് ചെയ്യാനും ഒക്കെ വിപിനും ലൂണയും നമ്മുടെ മിഡ്ഫീൽഡിലും ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരും കളക്റ്റീവായിട്ട് അവരവരുടെ ജോലി നല്ലോണം ചെയ്താൽ തീർച്ചയായും ഈ ടീമിനെ നമുക്ക് പൂട്ടാം. അതുകൊണ്ടാണ് ഞാൻ ലഗത്തോറിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഇടുന്നത്. ഇതുവരെയുള്ള ഈ ടീമിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗോൾ കീപ്പറായിട്ട് സച്ചിൻ, ഐബാൻ, ഹോർമിപാം, സന്ദീപ്, നവോച്ച എന്നീ ഡിഫൻസ് ലൈൻ, ദൂഷാൻ ലഗത്തോറും വിപിനും ഒരു ഡബിൾ പിവറ്റ്. അതിന് മുന്നിലേക്കാണ് ഇനി 3 അറ്റാക്കിംഗ് പ്ലേയേഴ്സ് വരാൻ പോകുന്നത്. ഇതിൽ റൈറ്റിലൂടെ കോറു സിംഗും സെൻട്രൽ അറ്റാക്കിംഗ് മിഡിൽ ലൂണയും സെന്റർ ഫോർവേഡായി ഹേസസ് ഹിമെനസും കളിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ ആകെയുള്ളൊരു ചോദ്യചിഹ്നം ലെഫ്റ്റ് വിങ്ങിൽ ആര്? കഴിഞ്ഞ കളിയിലെ മെജോറിറ്റി കമന്റുകളും നോവയെ കുറിച്ച് തന്നെയാണ്. നോവ വളരെ സെൽഫിഷ് ആണ്, ടീമിന് വേണ്ടി അല്ല കളിക്കുന്നത്, നോവ കളിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ഫുൾ ഇമ്പാക്ട് പുറത്തു വരുന്നില്ല എന്നൊക്കെ. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ കണ്ണും പൂട്ടി ഞാൻ പറയും ലെഫ്റ്റ് വിങ്ങിൽ അമാവിയ ഒരു സ്റ്റാർട്ട് അർഹിക്കുന്നു. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ചില സൂപ്പർ താരങ്ങൾ ടീമിനെ പിന്നോട്ട് വലിക്കുന്നു, അതുപോലെ തന്നെ അവർ പുറത്തിരിക്കണം എന്നൊക്കെയുള്ള ധാരണ കോച്ചുകൾക്ക് ഉണ്ടെങ്കിലും പലപ്പോഴും ആ തീരുമാനം എടുക്കാനുള്ള ഒരു പവർ അവർക്കില്ല. ലിറ്ററലി ആ പവർ ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു കോച്ച് തന്നെയാണ് തീരുമാനിക്കുന്നത് ഏത് പ്ലെയർ കളത്തിൽ ഇറങ്ങണമെന്നുള്ളത്. ഇങ്ങനെയുള്ള പ്ലെയേഴ്സിന്റെ റെപ്യൂട്ടേഷനും അവരെ വിശ്വസിച്ച് ക്ലബ്ബ് ഇൻവെസ്റ്റ് ചെയ്ത വലിയ തുകകളും ചില സമയങ്ങളിലൊക്കെ കോച്ചിന്റെ സെലക്ഷൻ ജഡ്ജ്മെന്റിനെ ബാധിക്കാറുണ്ട്. ഇതിന്റെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ലോക ഫുട്ബോളിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിവേഴ്സ് ഫിക്ചറിൽ ചെന്നൈയിൻ FCക്കെതിരെ നോവ ഗോൾ അടിക്കുകയും ഒരു അസിസ്റ്റ് നേടുകയൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മത്സരത്തിലും ലെഫ്റ്റ് വിങ്ങിൽ നോവ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ISLൽ തന്നെ ഇത്രയും വലിയ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമെന്ന് ആരും മുൻകൂട്ടി കണ്ടു കാണില്ല. പക്ഷേ അതിന്റെ റിയാലിറ്റിയാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ ഞാൻ അമാവിയനെ തന്നെ ചൂസ് ചെയ്യും. പക്ഷേ ഞാനും നിങ്ങളും ഈ ക്ലബ്ബും ഒക്കെ വെറും ലോജിക്കിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. വർഷങ്ങളോളമായിട്ട് ഇമോഷനാണ് ഈ ക്ലബിനെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അത് മാറാത്തിടത്തോളം കാലം ഈ ടീമിൽ സൂപ്പർ സ്റ്റാർഡവും പ്ലെയർ പവറും എല്ലാം ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ ലൈനപ്പ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. 4-2-3-1 ഫോർമേഷനിൽ ഗോൾ കീപ്പർ സച്ചിൻ, ഐബാൻ, ഹോർമിപാം, സന്ദീപ്, നവോച്ച, ദൂഷാൻ ലഗത്തോർ, വിപിൻ,
നോവ സദോയി, ലൂണ, കോറു സിംഗ് ആൻഡ് ഹേസൂസ് ഹിമെനസ്. നിങ്ങൾ ഓരോരുത്തരും ഈ മത്സരത്തിനായി ചൂസ് ചെയ്യാൻ പോകുന്ന ലൈനപ്പ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഡിക്റ്റഡ് 11 ഈ മത്സരത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഒപ്പീനിയനുകളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എല്ലാ വീഡിയോയിലും കുറച്ച് പേരെങ്കിലും എന്നോട് പറയാറുണ്ട്, ബ്രോ യു ആർ അണ്ടർ റേറ്റഡ്, നിങ്ങളുടെ ചാനലിന് കുറച്ചുകൂടെ വ്യൂസ് കിട്ടട്ടെ എന്നൊക്കെ. നിങ്ങളോടൊക്കെ എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ലൈക്കുകൾ നമ്മുടെ ചാനൽ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരുപാട് സഹായിക്കും. ചെന്നൈയിൻ FC ആയിട്ടുള്ള മത്സരത്തിന്റെ റിവ്യൂ മിക്കവാറും ശനിയാഴ്ച ആയിരിക്കും വരിക. അതിനു മുമ്പായിട്ട് ഒരു സർപ്രൈസ് വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.